മറുനാടൻ മലയാളികൾ അവരുടെ പിറന്ന നാടിനായി സമർപ്പിക്കുന്ന സ്നേഹോപഹാരമാണ് വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അക്ഷരം അറിവും, അറിവ് വെളിച്ചവുമാകുമ്പോൾ അത് ആർക്കും നിഷേധിക്കപ്പെടരുത് എന്ന ഉദ്ദേശവും കാലത്തിനനുസൃതമായ വിദ്യാഭ്യാസ രീതിയിലൂടെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തി ഈ ട്രസ്റ്റ് ആരംഭിച്ച സ്ഥാപനമാണ് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. തൃശ്ശൂരിലെ കൈപ്പറമ്പിലെ ഈ സ്ഥാപനം ഉന്നത നിലവാരത്തിലൂടെ ഇതിനകം തന്നെ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. കേരളം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ നമ്മുടെയെല്ലാം ജന്മനാട്. പുരാതന കാലം മുതൽക്ക് തന്നെ സാംസ്കാരിക തനിമ കൊണ്ടും വൈദേശിക സാംസ്കാരിക വിനിമയങ്ങളാലും സമ്പന്നമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ ആധുനിക കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഭദ്രമായൊരു ജീവിതം കെട്ടിയുയർത്താൻ സാധിച്ച ചില മലയാളി സുഹൃത്തുക്കൾ തങ്ങളെ പ്രാപ്തരാക്കിയ കേരളീയ സമൂഹത്തിനു വേണ്ടി, ജന്മനാടിൻ്റെ നന്മയ്ക്കു വേണ്ടി 2001 ഒരു അന്തർദേശീയ ട്രസ്റ്റിന് രൂപം നൽകി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ NRI ട്രസ്റ്റായ വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭം തൃശൂരിനും ഗുരുവായൂരിനുമിടയ്ക്ക് കൈപ്പറമ്പിനടുത്തായുള്ള തലക്കോട്ടുകര എന്ന പ്രകൃതി രമണീയമായ ഗ്രാമാന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു. സാമ്പത്തികമായ അസന്തുലിതാവസ്ഥയ്ക്ക് അതീതമായി സർവ്വ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാനിബോധത. ഗുരുവര്യന്മാരുടെ നാടായിരുന്ന ഈ ഭാരതമണ്ണിൽ ആധുനിക ശാസ്ത്രങ്ങളും പാരമ്പര്യ മൂല്യങ്ങളും സമന്വയിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ പദ്ധതികളുമായി കേരള നാടിന്റെ പുകഴ് പരത്താൻ കെൽപ്പുള്ള നാമം വാസ്റ്റ് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു മാറ്റുവാൻ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖമായ ദർശനങ്ങളിൽ ഒന്നായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതിയിലേക്ക് എന്ന ഗുരുവാക്യം കാലഘട്ടത്തിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു, സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. ഗുരുദർശനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രീതിയാണ് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ തലമുറ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദിശാബോധമുള്ള പ്രായോഗിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നല്ല പരിശീലനവും അതിലുപരി സേവന മനോഭാവവും വിശാലമായ കാഴ്ചപ്പാടുമുള്ള ഒരു സംഘം അധ്യാപകരെ വിദ്യ പകർന്നു കൊടുക്കുന്നതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാരംഭമെന്ന നിലയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്നീ 6 എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA എന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനുമുള്ള സൗകര്യം വിദ്യ ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസുകൾക്ക് പകരം വിദ്യ മുൻഗണന കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് റിസർച്ചിനും ഹയർ സ്റ്റഡീസിനും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന വിദ്യാഭ്യാസത്തിനാണ്. വിദ്യയിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഡിസൈനിങ്ങിലും ഡെവലപ്മെൻറ്റിലുമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഡിസൈനിങ്ങിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെയാണ്. നിലവാരമുയർത്തുന്നതിനായി ആധുനികമായ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും പ്രഗത്ഭരായ ടെക്നിക്കൽ സ്റ്റാഫുമാണ് വിദ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. ക്യാമ്പസ് എഗ്രിമെന്റിന്റെ കീഴിൽ വിദ്യയ്ക്ക് മൈക്രോസോഫ്റ്റുമായി ധാരണാ വ്യവസ്ഥകളുണ്ട്. ക്യാമ്പസിന്റെ ഏത് ഭാഗത്തു നിന്നും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ വയർലെസ് ആക്സസ് സൗകര്യമുള്ള ഹൈസ്പീഡ് ഇന്റർനെറ്റ് സംവിധാനവും
വിദ്യയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. In Vidya, we stress on top-grade machines and equipment in all laboratories. For example, in the strength of materials laboratory, while most other colleges go for a 40-ton universal testing machine, we have gone for a 100-ton UTM with an objective of elevating this to a consultancy center and to start a postgraduate division in future. ടോർഷൻ ടെസ്റ്റിംഗ് മെഷീനും അതുപോലെ വിദ്യയിൽ സജ്ജീകരിക്കപ്പെട്ട ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീനും സ്പ്രിംഗ് ടെസ്റ്റിംഗ് മെഷീനും എല്ലാം തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണ്. വിദ്യയിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബുകളിലും വർക്ക്ഷോപ്പുകളിലും കോൺപുള്ളി ലൈത്തുകൾക്ക് പകരമായി ഓൾ ഗിയർ ലൈത്തുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി, തെർമൽ എഞ്ചിനീയറിംഗ് എന്നീ ലാബുകളിലും ഹൈഗ്രേഡ് മെഷീനുകളാണ് നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. അതുപോലെ ഫ്ലൂയിഡ് മെഷീൻസ് ആൻഡ് മെഷീനറി, തെർമൽ എഞ്ചിനീയറിംഗ് എന്നീ ലാബുകളിൽ ഹൈഗ്രേഡ് മെഷീനുകളാണ് വിദ്യയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുക എന്നതാണ് കോളേജുകളിലെ സാധാരണ പഠന സമ്പ്രദായം. എന്നാൽ യൂണിവേഴ്സിറ്റി സിലബസിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതിൽ കൂടുതൽ എന്ത് നൽകാം എന്നാണ് വിദ്യ ചിന്തിക്കുന്നത്. ഇത് വിദ്യയിലെ വിദ്യാർത്ഥികളെ മറ്റ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നു. അതുപോലെ സെമിനാറുകളും വിദ്യാർത്ഥികളെ അതാത് വിഷയങ്ങളിലെ ഡിപ്പാർട്ട്മെന്റുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിൽ ആസൂത്രണം ചെയ്തവയാണ്. ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും അതാത് വിഷയങ്ങളിലെ പ്രഗത്ഭരെ തെരഞ്ഞെടുത്ത് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കുന്നതും വിദ്യയിൽ ശ്രദ്ധാപൂർവം ചെയ്യുന്ന പ്രക്രിയയാണ്. വിദ്യ മാനേജ്മെൻറ്റ് നൽകുന്ന ഒരു അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം, അവർ അർഹരായിട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും ഫീസ് കൺസെഷനും സ്കോളർഷിപ്പും നൽകുന്നുണ്ട്. അവരൊരു സ്വാശ്രയ കോളേജായിട്ട് കൂടി വാർഷിക ഫീസ് അടയ്ക്കാതെ തന്നെ പഠിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കിവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമായിരുന്നില്ല. നയരൂപീകരണവും അതിവേഗതയിൽ അവ നടപ്പാക്കുന്നതും വിദ്യയുടെ വളർച്ചയുടെ ഘടകങ്ങളാണ്. ബോർഡ്, മാനേജ്മെന്റ് എന്നിവ കൂടാതെ PTA-യും ഇക്കാര്യത്തിൽ സ്തുത്യർഹമായ പങ്കുവഹിക്കാറുണ്ട്. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന് ഡിസിഷൻസ് എടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ലാബറട്ടറി എക്വിപ്മെൻറ്റിൻ്റെയും ഫെസിലിറ്റിയുടെയും കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അധ്യാപകർക്ക് AICT സ്കെയിൽ അനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. തൊഴിലാഹിത്യമല്ല, തൊഴിലിനും തൊഴിലാളികൾക്കും ഇടയിലുള്ള സങ്കീർണതയാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. വിദ്യ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് സ്പീച്ച്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മുതലായ കോഴ്സുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. സ്പോർട്സ് മത്സരങ്ങൾ, യോഗ, സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള NSS ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുകിയിരിക്കുന്നു. As a part of this NSS camp, we are standing on top of this Varadi forest. This has been an interesting and adventurous experience. മെറിറ്റ് ലിസ്റ്റിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചേർന്നത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാരണമാണ്. വിദ്യയുടെ സവിശേഷതകൾ പരിപൂർണമാകുന്നത് ഗാർഹിക അന്തരീക്ഷം നിറഞ്ഞ ഹോസ്റ്റലുകളും ഭക്ഷണങ്ങളിലെ തനിമയും കൂടിച്ചേരുമ്പോഴാണ്. ഇന്റർനാഷണൽ ബാങ്കിംഗ് സൗകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർ കൂട്ടുകാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ പഠിത്തത്തിൻ്റെ കാഠിന്യം അറിയാറില്ല. വിദ്യാ കോളേജ് ഒരു പ്രകൃതിരമണീയമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് പഠനത്തിനെ നന്നായി സ്വാധീനിക്കാറുമുണ്ട്, നന്നായി ഉത്സാഹിച്ച് പഠിക്കാൻ പറ്റാറുമുണ്ട്.
മാത്രമല്ല കോളേജ് പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മികച്ച ജോലി സാധ്യത ഉറപ്പാക്കുന്നതിനായി ഇവിടെ ഒരു കരിയർ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. വിദ്യയിലെ 2 വർഷത്തെ പഠനത്തിന് ശേഷം ന്യൂ പാൽസിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ ചേർന്ന് ഒരു അമേരിക്കൻ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കുന്നതിനുള്ള ട്വിന്നിംഗ് പ്രോഗ്രാം വിദ്യയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മികച്ച അന്തർദേശീയ സർവകലാശാലകളുമായും കുട്ടികളുടെ ജോലി സാധ്യത ഉറപ്പുവരുത്തുവാൻ ദേശീയ അന്തർദേശീയ വ്യവസായ ശൃംഖലകളുമായും ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. And within a short time span, I strongly believe that Vidya will play a major role by providing a high-quality education not only in Kerala, but even give services in other continents, always keeping in mind the basic principles of Indian ethics and philosophy. നമ്മുടെ വേദങ്ങളിൽ അസ്ഥേയം എന്നൊരാശയമുണ്ട്. ആ ആശയത്തെ അന്വർത്ഥമാക്കും വിധം അതിനു വേണ്ടി അവരവർക്ക് കഴിയാവുന്ന വിധത്തിൽ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകുവാൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ വിദ്യാഭ്യാസ സംരംഭം, ഈ വിദ്യ. അതുപോലെ സമൂഹത്തിലെ പല വിശിഷ്ട വ്യക്തികളും വിദ്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വിദ്യയുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. കേരളീയരുടെ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനു വേണ്ടി കഴിഞ്ഞ കുറച്ചു കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധർമ്മസ്ഥാപനമാണ് വിദ്യ ഇൻ്റർനാഷണൽ ട്രസ്റ്റ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം സാധു ജനങ്ങൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ലഭിക്കത്തക്ക സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത്. വിദ്യയെപ്പോലെ വ്യക്തമായ കാഴ്ചപ്പാടും ഭാരതീയ മൂല്യങ്ങളെ കൈവിടാതെയുള്ള പ്രവർത്തന രീതികളും ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം സംരംഭങ്ങൾ കേരളത്തിലുടനീളം സ്ഥാപിക്കാനുള്ള പ്രയത്നത്തിലാണ് വിദ്യ. ആധുനിക നാഗരികതയോടും സംസ്കാരത്തിനോടുമൊപ്പം വളർന്നു വലുതായ ഗൾഫിലെ മഹാനഗരങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികളാണ് വിദ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗവും. വിദ്യയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ഒരു കൂട്ടം വിദേശ മലയാളികളുടെ മനസ്സിൽ ഉത്ഭവിച്ചതും അവരുടെ പല പല സുഹൃത്ത് സമ്മേളനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമായ ഒന്നാണ് എന്നുള്ളതാണ്. അന്യദേശങ്ങളിൽ അവധൂതന്മാരെ പോലെ കഴിയുന്ന ഇവരുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് വിദ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കരുത്ത്. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങൾ ലോകത്തിലാകമാനമായി ജോലി ചെയ്യുന്ന നോൺ റെസിഡന്റ് ഇന്ത്യക്കാരാണെങ്കിലും വിദ്യയുടെ ആസ്ഥാനം UAE ആണ്. UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ നിന്നാണ് വിദ്യയുടെ തുടക്കം. ഇന്ന് ലോകത്തിലെ നാനാഭാഗങ്ങളിലായി 1000-ഓളം സമാനമനസ്കരായ അംഗങ്ങളാണ് വിദ്യയുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് വിദ്യയിലെ അംഗങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് വിദ്യയുടേതായ ഒരു സവിശേഷതയാണ്. ഉദ്ദേശശുദ്ധിയും കർമ്മശേഷിയും അർപ്പണബോധവുമുള്ള വിദ്യയിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സമൂഹത്തിന് നന്മ പകരുന്നതിലും വിദ്യ മാതൃകാപരമായ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം. അതായത് വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി നേടുക. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ പുരോഗതിയാണ് വിദ്യാ ട്രസ്റ്റിൻ്റെ പ്രഥമ ലക്ഷ്യം. ഈ ലക്ഷ്യം കണ്ടെത്തുന്നതിന് 3 മാർഗങ്ങളാണ് വിദ്യ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി സ്വന്തമായ പ്രൊഫഷണൽ കോളേജുകളും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ആരംഭിക്കുക. പിന്നീട് ഉപരിപഠന മേഖലയിലും തൊഴിൽ മേഖലയിലുമുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിനാവശ്യമുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് സ്ഥാപിക്കുക. മൂന്നാമതായി തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം സാധാരണക്കാരിൽ ഉത്ബോധിപ്പിക്കാനായി ഗ്രാമതല സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുക. സൊസൈറ്റിയിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് വിദ്യ സ്കോളർഷിപ്പ് നൽകുന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിലെ 10% സീറ്റുകളിൽ വിദ്യാർത്ഥികൾ സൗജന്യമായാണ് പഠിക്കുന്നത്. കേരളത്തിലുടനീളം വിജ്ഞാനത്തിൻ്റെ നിറതിരി കൊളുത്തുകയാണ്
ആത്യന്തികമായ വിദ്യയുടെ ലക്ഷ്യം. സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് സമ്പത്തിൻ്റെ കുറവ് മൂലം ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാതെ പോകുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനായി സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടം മുതൽ അർഹരായ കുട്ടികളെ കണ്ടെത്തുന്നതിനും എൻട്രൻസ് കോച്ചിങ്